നമുക്ക് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് റീജിയൻ. ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് റീജിയൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് എ റീജിയൻ ഈസ് ബൗണ്ടഡ് if it lies inside a disk of fixed radius. A disk of fixed radius. So a bounded and unbounded region ആണ് ഞാൻ പറയാൻ പോകുന്നത്. A region is bounded in a plane if it lies inside a disk of fixed radius. അൺബൗണ്ടഡ് ആകുന്നപ്പോഴാണ്, ബൗണ്ടഡ് അല്ലാത്തപ്പോൾ നമ്മൾ അതിനെ അൺബൗണ്ടഡ് എന്ന് വിളിക്കും. എ റീജിയൻ ഈസ് അൺബൗണ്ടഡ് if it is not bounded. ബൗണ്ടഡ് അല്ലാത്ത റീജിയൻ ആണ് അൺബൗണ്ടഡ് റീജിയൻ. എ റീജിയൻ ഇൻ ദ പ്ലെയിൻ ഈസ് ബൗണ്ടഡ് ഇഫ് ഇറ്റ് ലൈസ് ഇൻസൈഡ് എ ഡിസ്ക് ഓഫ് ഫിക്സഡ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് അതിൻ്റെ മീനിങ്? ഒരു റീജിയൻ, അതായത് നമ്മൾ ഒരു റീജിയൻ, ഇതാണ് ഈ റീജിയൻ എന്താണ്? ഇതൊരു ക്ലോസ്ഡ് റീജിയനാണ്. നമ്മൾ ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം. അതായത് ബൗണ്ടറി ഉണ്ട്, ഇൻസൈഡ് പോർഷൻസ് അല്ല, ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതൊരു ക്ലോസ്ഡ് റീജിയനാണ്. ഈ റീജിയൻ ബൗണ്ടഡ് ആണ്. കാരണം എന്താണ്? ഈ റീജിയന് നമുക്ക് ഒരു ഡിസ്ക്, ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പോലെ നമുക്കൊരു ഡിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഒരു ഡിസ്കിനകത്തായിരിക്കും. നമുക്കൊരു റീജിയൻ ബൗണ്ടഡ് ആണെങ്കിൽ അതിനെ നമുക്കൊരു ഫിക്സഡ് റേഡിയസ് ഉള്ള ഒരു ഡിസ്കിനകത്താക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ റീജിയൻ ബൗണ്ടഡ് ആണെന്ന് പറയാം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ റീജിയൻ അൺബൗണ്ടഡ് ആണ്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലൈൻ സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്താ പറയാം? ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് എൻഡ് പോയിൻറ്റും ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഉണ്ടാവും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്കൊരു ഡിസ്കിനകത്താക്കാൻ പറ്റും. സോ ഇതെന്താണ്? ബൗണ്ടഡ് ആണ്. അതുപോലെ പക്ഷേ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻഡിങ്ങും അറിയില്ല, സ്റ്റാർട്ടിങ്ങും അറിയില്ല, എൻഡിങ്ങും അറിയില്ല, ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല? അതിന് മൊത്തത്തിൽ നമുക്കൊരു ഡിസ്കിനകത്താക്കാൻ പറ്റത്തില്ല. സോ ലൈൻസ് എന്താണ്? അൺബൗണ്ടഡ് ആണ്. അൺബൗണ്ടഡ് റീജിയൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ ലൈൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. ഇത് ബൗണ്ടഡ് ആണ്, ഇത് അൺബൗണ്ടഡ് ആണ്. ഇനി അടുത്തത് ട്രയാങ്കിൾസ് എന്താണ്? ട്രയാങ്കിൾ റീജിയൻസ് അതെന്താണ്? അത് ബൗണ്ടഡ് ആണ്. കാരണം ട്രയാങ്കിൾസ് നമുക്ക് എന്താക്കാം? ഒരു ഡിസ്കിനകത്താക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇൻറ്റീരിയർ ഓഫ് എ ട്രയാങ്കിൾ ആണെങ്കിലോ? ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കത് ബൗണ്ടഡ് ആണ്. കാരണം ഈ ട്രയാങ്കിളിനെ നമുക്ക് എന്താക്കാം? ഒരു റീജിയനകത്താക്കാം. ഇനി ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ മാത്രമാണെങ്കിലോ? ഏതാ ബൗണ്ടറി ഇല്ലാത്ത പോർഷൻ, അതാണെങ്കിൽ കൂടെ എന്താണ്? അതും ബൗണ്ടഡ് ആണ്. കാരണം ഇൻറ്റീരിയറിനെ നമുക്ക് എന്താക്കാം? അത് ഡിസ്ക് തന്നെ എടുത്താൽ മതി, ആ ഡിസ്കിനകത്താക്കാൻ പറ്റും. അതുപോലെ അടുത്തത് ഇതൊക്കെ എന്താണ്? ബൗണ്ടഡ് ആണ്. ഇൻറ്റീരിയർ ഓഫ് ട്രയാങ്കിൾ അതും എന്ത് തന്നെയാണ്? ബൗണ്ടഡ് ആണ്. ഇനി കോർഡിനേറ്റ് ആക്സിസ് ബൗണ്ടഡ് ആണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് ബൗണ്ടഡ് ആവുമോ? ഇത് ബൗണ്ടഡ് അല്ല. കാരണം എന്താണ്? നമുക്കിതിനെ ഒരിക്കലും ഒരു ഡിസ്കിനകത്താക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമുക്കൊരു ഡിസ്കിനകത്താക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ഇനി റെക്റ്റാങ്കിൾസ് ട്രയാങ്കിൾസ് പോലെ തന്നെ. റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെ ചെയ്യാം? റെക്റ്റാങ്കിളിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു ഡിസ്കിനകത്താക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ്.
ഇനി ഡിസ്കുകൾ ഏത് ഡിസ്ക് എടുത്താലും നമുക്ക് എന്താ അത് ഒരു ഡിസ്ക് തന്നെയാണ്. അതിന് നമുക്ക് വേറൊരു ഡിസ്കിനകത്താക്കാൻ പറ്റും. സോ ഏത് ഡിസ്ക് എടുത്താലും അതെന്താണ്, ബൗണ്ടഡ് ആണ്. ക്വാഡ്രൻസ് ബൗണ്ടഡ് ആണോ? ക്വാഡ്രൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോർഷൻ, ഈ ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നോക്കുക, ഇത് ബൗണ്ടഡ് ആണോ? അല്ല. ഇതിന് നമുക്ക് ഒരിക്കലും ഒരു ഡിസ്കിനകത്ത് ഫില്ല് ചെയ്ത് നിർത്താൻ ഡിസ്കിനകത്താക്കാൻ പറ്റത്തില്ല. ഇത് അൺബൗണ്ടഡ് ആണ്. ഡിസ്ക് ബൗണ്ടഡ് ആണ്. ക്വാഡ്രൻസ് അൺബൗണ്ടഡ്. അതുപോലെ ഹാഫ് പ്ലെയിൻസ് എന്താണ്, അൺബൗണ്ടഡ് ആണ്. ഒരു പ്ലെയിൻ്റെ ഒരു പോർഷൻ വരും. അപ്പോൾ ഇത് x=0 എന്ന് പറയുന്ന ലൈനിൻ്റെ ഹാഫ് പ്ലെയിൻസ് ആണ് ഇത്. ഈ ഹാഫ് പ്ലെയിൻ, റൈറ്റ് ഹാഫ് പ്ലെയിൻ, ഇതെന്താണ്, അൺബൗണ്ടഡ്. നമുക്ക് ഒരിക്കലും ഇതിന് അതുപോലെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനോ അപ്പർ ഹാഫ് പ്ലെയിനോ ലോ ഹാഫ് പ്ലെയിൻ, ഏത് ലൈനിനെ മുറിച്ചാലും, ഏത് ലൈൻ വെച്ചിട്ട് ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈന്, അതിൻ്റെ ഒരു പോർഷനാണ് നമ്മുടെ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്താവില്ല, അതൊരു ഏത് ഹാഫ് പ്ലെയിൻ എടുത്താലും അത് ബൗണ്ടഡ് ആവില്ല. ഹാഫ് പ്ലെയിൻസൊക്കെ അൺബൗണ്ടഡ് ആണ്. അതുപോലെ പ്ലെയിൻ ഇറ്റ്സെൽഫ്, അതായത് ഫുൾ എക്സ് വൈ പ്ലെയിൻ ഫുള്ള് എക്സ് വൈ പ്ലെയിന് ഒരിക്കലും, അതായത് ഫുൾ പ്ലെയിൻ, അതിനെ ഒരിക്കലും നമുക്കൊരു ഡിസ്കിനകത്താക്കാൻ പറ്റില്ല. അതും എന്താണ്, അൺബൗണ്ടഡ് ആണ്. ജസ്റ്റ് കോർഡിനേറ്റ് ആക്സിസിനെ പോലും നമുക്ക് പറ്റുന്നില്ല, പിന്നെ പ്ലെയിനിന് ഫുള്ള് പറ്റത്തില്ലല്ലോ. പ്ലെയിൻ ഇറ്റ്സെൽഫ് അൺബൗണ്ടഡ് ആണ്. സോ കുറേ അൺബൗണ്ടഡ് റീജിയൻസിൻ്റെ എക്സാമ്പിൾ കണ്ടു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കണ്ടുപിടിച്ചായിരുന്നു. ഇത് f(x(y) √y - x². ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമ്മൾ വരച്ചായിരുന്നു. അത് ബൗണ്ടഡ് ആണോ, അത് ക്ലോസ്ഡ് ആണോ, അതൊന്ന് നോക്കിയേ. അതെങ്ങനെ നോക്കും? ഇതിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? ഡൊമൈൻ ഓഫ് എഫ് എന്തായിരുന്നു? ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫൈൻഡ് ആയിട്ടുള്ള പോർഷൻസ്, അതായത് നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ കോംപ്ലക്സോ ഡിവിഷൻ ബൈ സീറോയോ വരാത്ത പോയിൻറ്റ്സിൻ്റെ കണക്ഷൻ. അതായത് ഇത് കോംപ്ലക്സ് വരാതിരിക്കണമെങ്കിൽ ഇത് ഇൻസൈഡുള്ള ഭാഗം നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടണം. അതായത് y - x² ≥ 0 കിട്ടണം. 0 വന്നാലും കുഴപ്പമില്ല, >0 ആയിരിക്കും. നെഗറ്റീവ് വരാൻ പാടില്ല. അതായത് y > x² എന്നുള്ളതാണ് ഇവിടുത്തെ ഡൊമൈൻ വരിക. നമ്മൾ വരച്ചായിരുന്നു. നമ്മൾ വരച്ചപ്പോൾ ഇങ്ങനെ വന്നു, y = x², ഇത് y = x². y > x² എന്ന് പറയുമ്പോൾ ഈ പരാബോളയും പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള പോർഷൻസുമായിരുന്നു നമ്മുടെ ഡൊമൈനായിട്ട് വന്നിരുന്നത്. ഓക്കെ, ഇതായിരുന്നു y > x². ഇത് y = x², രണ്ടും കൂടെ ചേരുമ്പോൾ y > x² കിട്ടി. ഇനി ഈ റീജിയൻ ബൗണ്ടഡ് ആണോ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഈ റീജിയൻ ബൗണ്ടഡ് അല്ല. കാരണം ഇതിനെ നമുക്ക് എത്ര കാണിച്ചാലും ശരി ഇതിനെ ഒരു ഡിസ്കിനകത്താക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് അൺബൗണ്ടഡ് റീജിയൻ ആണ്. അതുപോലെ ഇത് ക്ലോസ്ഡ് ആണോ? അൺബൗണ്ടഡ് ആണ്. ഇത് ഓപ്പൺ ആണോ? ഓപ്പൺ അല്ല. കാരണം എന്താണ്, ഇതിലെ ഈ പോയിൻ്റ് എടുത്തു, ഈ പരാബോളയിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിനെ സെൻറ്ററാക്കി നമുക്ക് ഒരു ഡിസ്ക് പോലും ഫുൾ ഇതിനകത്തിന് കണ്ടെയ്ൻ ചെയ്യുന്നതിന് കിട്ടത്തില്ല. ഇതിനെ സെൻറ്ററാക്കിയുള്ള ഏത് ഡിസ്ക് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഇൻസൈഡുള്ള പോയിൻറ്റ്സും ഉണ്ട്, ഔട്ട്സൈഡുള്ള പോയിൻറ്റ്സും ഉണ്ട്. സോ ഈ ഡൊമൈന് ഓപ്പൺ അല്ല. ഇതിൻ്റെ ബൗണ്ടറി ഇതിനകത്തുള്ളത് കൊണ്ട്, ഓൾ ബൗണ്ടറി ഇതിനകത്തുണ്ട്. സോ ഇത് ക്ലോസ്ഡ് ആണ്. സോ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f(x(y) √y - x² എന്താണ്? അൺബൗണ്ടഡ്, ക്ലോസ്ഡ് ആണ്. മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾക്കൊരു എക്സസൈസ് ഉണ്ട്. നമ്മൾ കുറേ ഡൊമൈൻസ് കണ്ടുപിടിച്ചായിരുന്നു. ആ ഡൊമൈൻസൊക്കെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൻ്റെ ഡൊമൈൻസ് കണ്ടുപിടിച്ചല്ലോ. അതിൻ്റെ എല്ലാം ഡൊമൈൻസ് ക്ലോസ്ഡ് ആണോ, ഓപ്പൺ ആണോ, ബൗണ്ടഡ് ആണോ, അൺബൗണ്ടഡ് ആണോ, അത്ര എഴുതി സബ്മിറ്റ് ചെയ്യണം.